ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരുമെന്ന് വെച്ചിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പുറത്തേക്കൊക്കെ പോകാൻ പറ്റും, കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട. 2 ഡിസ്കോ ബാൻഡ് വേണം, അതേപോലെ തന്നെ നിങ്ങൾ കുത്തുന്നൊരു ക്ലിപ്പ്, ഇത്രയും മതി. ഒരുപാട് സ്ലൈഡൊന്നും ഉള്ളൊരു ഹെയർ സ്റ്റൈലല്ല ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഇതേപോലെ മുടി കുറച്ച് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് പിന്നി കൊടുക്കുക. നമ്മൾ സാധാ പിന്നില്ലേ അതേപോലെ പിന്നാം. പിന്നിയതിന് ശേഷം നമ്മൾ താഴെ ഡിസ്കോ ബാൻഡ് ഇട്ട് കൊടുക്കുക. എൻ്റെ ഇപ്പം ഡിസ്കോ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ റബ്ബർ ബാൻഡാണ് ഇടുന്നത്. നിങ്ങൾ ഡിസ്കോ ബാൻഡ് തന്നെ ഇടണം, ബ്ലാക്ക് കളർ. ഞാനിപ്പം ഗ്രീൻ കളറൊക്കെ ഇടുന്നത്, എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അതിനുശേഷം ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുക്കണം. മുടി എടുത്തിട്ട് നമ്മളിത് ഓരോ പിന്നലിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഈ മുടി എടുത്ത് കയറ്റാനായിട്ട് പോവാണ്. അപ്പം ആദ്യം കുറച്ച് മുടി എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ പിന്നലിൻ്റെ ഇടയ്ക്കൂടെ വിരലിട്ടിട്ട് നമ്മളിങ്ങനെ ഓരോ മുടി അതിനിടയിലൂടെ നമ്മൾ എടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള മുടിയുടെ എൻഡ് വരെ നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ ഈ ഡിസ്കോ ബാൻഡിട്ട് പിന്നിയ സെഷനില്ലേ, ആ സെഷനും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് സൈഡിലേക്ക് മാറ്റി ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് അപ്പർ സൈഡും കൂടി ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ ടെയിൽ കോംബ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പഫ് ചെയ്ത് കൊടുക്കാം, കുറച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മളിത് സൈഡിൽ പിൻ ചെയ്യാം. കാരണം നമുക്ക് അപ്പർ സൈഡിലേയും കൂടെ എടുത്തിട്ട് ലാസ്റ്റ് ഒരുമിച്ച് നമുക്ക് കുളിപ്പിന്നിലൊക്കെ പിന്നിയിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്യില്ലേ, അതേപോലെ ക്ലിപ്പ് ചെയ്യാനാണ്. പിന്നെ നിങ്ങൾ പിന്നുന്ന ആ പോർഷൻ നിങ്ങൾ ടൈറ്റായിട്ട് തന്നെ ഡിസ്കോ ബാൻഡ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ലൂസായി. ഇപ്പം എൻ്റെ ഒരു സൈഡിൽ ടൈറ്റും ഒരു സൈഡിൽ ലൂസുമാണ്. അതുകൊണ്ട് ആ ഒരു പെർഫെക്ഷൻ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ടൈറ്റായിട്ട് ഇരിക്കുന്നത് നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ കിട്ടും കേട്ടോ, ഡിഫൈൻഡ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ അത്രയേ ഉള്ളൂ. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് കുളിപ്പിന്നിൽ പിന്നുന്നത് ബാക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഒരുപാട് എന്താ പറയുക സ്ലൈഡോ ഒന്നും യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. എന്തെങ്കിലും വേണമെങ്കിൽ ഡിസ്കോ ബാൻഡ് ഊരിക്കളയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇനി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് പുതിയ പുതിയ ഹെയർ സ്റ്റൈൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസ് വീഡിയോയും കൂടെ ഷോർട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇതേപോലെയാണ് ഹെയർ സ്റ്റൈൽ ഉണ്ടാവുക. അപ്പോൾ ടാറ്റാ.